നമ്മളിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിലാവുള്ളൂ അല്ലേ? ഈ തെരഞ്ഞെടുപ്പ് വർഷം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമല്ലേ? 2026 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിക്കുക. എന്താണ് കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ സ്ഥിതി? എന്താണ് അതിൻ്റെ ഭാവി? എന്തായിരിക്കും UDFിൻ്റെ ഭാവി? അതുകൊണ്ട് തന്നെ 2026 തെരഞ്ഞെടുപ്പ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDFിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ്. ഇപ്പോൾ മറുവശത്ത് നോക്കിക്കോളൂ, ഭരണകക്ഷിയുടെ സ്ഥിതി എന്താ? അവർ ഈ അടുത്ത കാലത്തല്ലേ അവരുടെ ബ്രാഞ്ച് സമ്മേളനം നടത്തി, പിന്നെ ലോക്കൽ സമ്മേളനം നടത്തി, ഏരിയ സമ്മേളനം നടത്തി, ജില്ലാ സമ്മേളനം നടത്തി, സംസ്ഥാന സമ്മേളനം നടത്തി, മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടത്തി. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് പോകുമ്പം CPM സുസജ്ജമായിരിക്കുന്നു എന്നുള്ളതാണ്. എപ്പോഴും അവരുടെ സംഘടനാ മെഷീനറി അങ്ങനെയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഈ ബ്രാഞ്ച് മുതൽ സംസ്ഥാനം വരെ നടന്നിട്ടുള്ള സമ്മേളനങ്ങളിലൂടെ ആ പാർട്ടിയുടെ മെഷീനറിയെ കൂടുതൽ ഊർജിതമാക്കാനായിട്ട്, ഉഷാറാക്കാനായിട്ട് CPMന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, CPM ഒരു പൊളിറ്റിക്കൽ അജണ്ട സെറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതല്ലേ. മൂന്നാം ഭരണം ഉണ്ടാകാൻ പോകുന്നു എന്നൊരു പൊളിറ്റിക്കൽ അജണ്ട CPM സെറ്റ് ചെയ്ത് കഴിഞ്ഞു. മറുപക്ഷത്ത് എന്താ നമ്മൾ കാണുന്നത്? കോൺഗ്രസിൻ്റെ പക്ഷത്ത് എന്താ കാണുന്നത്? എന്താണ് KPCC അധ്യക്ഷൻ്റെ റോള്? യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ പ്രത്യേകിച്ച് KPCC അധ്യക്ഷൻ ഡേ ടു ഡേ ബേസിസിൽ പൊളിറ്റിക്കൽ അജണ്ട നിശ്ചയിക്കണം എന്നേ. പൊളിറ്റിക്കൽ അജണ്ട സെറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം KPCC അധ്യക്ഷൻ എന്ന് പറയുന്നത്. കോൺഗ്രസിൻ്റെ കാര്യത്തിനകത്തുണ്ടല്ലോ, ഈ പൊളിറ്റിക്കൽ അജണ്ട എല്ലാ ദിവസവും സെറ്റ് ചെയ്താൽ മാത്രമേ ആ സംഘടന ചലിക്കുകയുള്ളൂ, എന്നാൽ മാത്രമേ തുടർചലനങ്ങൾ ഉണ്ടാകുകയുള്ളൂ.